നശിക്കട്ടെ കേരളവും കേരളത്തിലെ ജനങ്ങളും. ഇതാണ് മനോഭാവം. LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് LDFിനോടുള്ള വിരോധം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള വിരോധമാക്കി ഇവർ മാറ്റുന്നു. എന്നാൽ ഇവരുടെ ഒന്നും സഹകരണവും പിന്തുണയും ഇല്ലെങ്കിലും നാം ഉദ്ദേശിച്ച വഴിയിലേക്ക് മുന്നോട്ട് പോകും. അതാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത. ഒരു ഭേദചിന്തയുമില്ലാതെ ജനങ്ങളാകെ ഈ എല്ലാ പരിപാടികളുമായും സഹകരിച്ചു എന്നാണ് നമ്മുടെ അനുഭവം. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറിലാണ് നാം നിൽക്കുന്നത്. പഴയന്നൂരിലാണ് ഈ പരിപാടി ഇന്ന് സമാപിക്കുന്നത്. പഴയന്നൂർക്കാരെ കൊള്ളാനുള്ള ഒരു സ്ഥലമില്ല എന്നത് നിങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. തിരുവല്ലാമലയിൽ പഴയന്നൂരിലെ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തിരുവല്ലാമലയിലെത്തുമ്പോൾ പഴയന്നൂരാണോ തിരുവല്ലാമലയാണോ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ട് നിൽക്കുക എന്ന ശങ്കയിലായിരുന്നു. അതിന് നിങ്ങൾ തന്നെ മികച്ചു നിൽക്കുന്നുവെന്ന് ഏതായാലും പറയാം. പക്ഷേ നിങ്ങൾക്കുള്ള പ്രയാസം ഇവിടെ കാണാൻ തന്നെയുണ്ട്. നേരത്തെ വന്ന ആളുകൾ ഇരിക്കുന്നുണ്ട്, പിന്നെ വന്നവർ ഇരിക്കാൻ സ്ഥലം കിട്ടാതെ നല്ലപോലെ തിങ്ങി വിങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രയാസം ചിലത് നേരത്തെ ഇരിക്കുന്നവർ അനുഭവിക്കേണ്ടിയും വരുന്നു എന്നുള്ളതാണ് നില. എല്ലാം കൂടി സ്ഥലപരിമിതി നിങ്ങളെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുക. പക്ഷെ അതിന് വിചാരിച്ചാൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതല്ല. അത്രയധികം ആളുകളാണ് നമ്മുടെ ഇതുപോലുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇതൊരു വികാരമാണ്. ആ വികാരം LDFിനോടുള്ള വികാരമാണ്, നാടിനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ്. നാട്ടിൽ ജനങ്ങളിൽ ജനഹൃദയങ്ങളിൽ LDFിനുള്ള സ്ഥാനം എന്ത് എന്നതാണ് ഇത്തരത്തിലുള്ള മഹാജനസഞ്ചയം തെളിയിക്കുന്നത്. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഈ തെരഞ്ഞെടുപ്പ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ LDFിന് നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് അവരുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നാട് 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിനു മുൻപുള്ള 5 വർഷക്കാലം UDF ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയൊരു നാടായിരുന്നു. തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായി തന്നെ കടുത്ത നിരാശയിലായിരുന്നു ആളുകളെല്ലാം. ആ നിരാശ എൻ്റെ നാടിന് നന്നാകാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള ശാപവാക്കുകളായിരുന്നു. ഇങ്ങനെയായിപ്പോയി, ഇതിന് മാറ്റമുണ്ടാവില്ല, ആര് വിചാരിച്ചാലും മാറ്റമുണ്ടാക്കാൻ കഴിയില്ല എന്നുവരെ പറയുന്നവരുണ്ടായിരുന്നു. അങ്ങനെ തകർന്നടിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ നാട്ടിലാണ് LDF 2016 ജനങ്ങളുടെ മുന്നിൽ ഓരോ പ്രശ്നവും എടുത്തു കാണിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും എന്ന വാഗ്ദാനം മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾ ആ വാഗ്ദാനം മുഖവിലക്കെടുത്തു, LDFിനെ വിശ്വസിച്ചു. അങ്ങനെ LDFിന് ഭൂരിപക്ഷം നൽകി. ആ വിശ്വാസം, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം LDFും LDF ഗവൺമെൻറ്റും കാത്തു സൂക്ഷിച്ചു എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ഇവിടെ വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് നമ്മുടെ റവന്യൂ മന്ത്രി സഖാവ് രാജനടക്കം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റം ദൃശ്യമാകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയെല്ലാം ജീവിത അനുഭവത്തിലുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകത, കടുത്ത നിരാശയിൽ കഴിഞ്ഞിരുന്നൊരു നാട്, ആ നിരാശ ബാധിച്ചിരുന്ന ജനങ്ങൾ കുറച്ച് നാളുകൊണ്ട് തന്നെ നല്ല പ്രത്യാശയിലായി. ഇവിടെ നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന് കരുതിയ സ്ഥാനത്ത് ഇവിടെ പലതും നടക്കും, എൻ്റെ നാട് മുന്നോട്ട് പോകും എന്ന പ്രത്യാശ എല്ലാവരിലും ഉദിക്കുന്ന സ്ഥിതിയുണ്ടായി. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയർന്നു വരും. അതിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് മേഖലകൾ, ഇവിടെ വിവിധ പദ്ധതികൾ തീർത്തും മുടങ്ങിപ്പോയിരുന്നു. നാടിന് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ് യാത്രാ സൗകര്യം. നമ്മുടെ ദേശീയപാതാ വികസന കാര്യത്തിൽ UDF ഗവൺമെൻറ്
ഒരു കാര്യവും ചെയ്തില്ല. അതിൻ്റെ ഫലമെന്താണ്? നമ്മുടെ ദേശീയപാത പലയിടങ്ങളിലും പഞ്ചായത്ത് റോഡിനേക്കാളും കഷ്ടത്തിലായിരുന്നു. ദേശീയപാതയുടെ വീതിയോ സൗകര്യങ്ങളോ ഇല്ലാത്ത റോഡുകളായിരുന്നു. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ആ ദേശീയപാത വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. പണി തുടങ്ങണം. നാഷണൽ ഹൈവേ അതോറിറ്റി പണി ആരംഭിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല എന്ന് വന്നപ്പോൾ അവർ തിരിച്ചു പോയതാണ്. അവർ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ ഒരു പുതിയ ഡിമാൻഡ് വെച്ചു. കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ്. ആ വില കൊടുത്ത് ഞങ്ങൾക്ക് ഭൂമി വാങ്ങാനാവില്ല. നിങ്ങൾ ഭൂമി എടുത്തു തരണം. രാജ്യത്തെവിടെയും ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി സംസ്ഥാനങ്ങൾ എടുക്കാറില്ല. എല്ലാം ദേശീയപാത അതോറിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ തർക്കമായി. കഴിയില്ല എന്നുള്ള നിലപാട് നമ്മൾ. അവസാനം ഒത്തുതീർപ്പ് സംഭാഷണം. അതിലെന്താ തീരുമാനം? എടുക്കുന്ന ഭൂമിയുടെ 25% സംസ്ഥാനം വഹിക്കണം. അതെത്രയാണെന്നറിയോ? 5600 കോടിയോളം രൂപ. ആ 5600 കോടിയോളം രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നു. ഇന്ത്യയിൽ ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇന്ത്യയിൽ ഒരിടത്തൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിയിട്ടില്ല. നമ്മളെന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്? ഭൂമി എടുത്തു കൊടുക്കേണ്ട സമയത്ത് ഭൂമി എടുത്തു കൊടുത്തില്ല നമ്മൾ. അത് UDF ചെയ്തില്ല, UDF ഗവൺമെൻറ് ചെയ്തില്ല. അതിനുള്ള പിഴയായിട്ടാണ് നമ്മൾ ആ പണം കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ നാഷണൽ ഹൈവേ എല്ലാവരും കാണുക തന്നെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നല്ല നിലയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആ നാഷണൽ ഹൈവേ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന നിലയാണ്. ഇവിടെയാണ് നാം ഒരു കാര്യം ആലോചിക്കേണ്ടത്. 2016 LDF അല്ല UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഈ മാറ്റം വരുമായിരുന്നോ? ഉറപ്പല്ലേ? അവിടെ കിടക്കും, ഒരു മാറ്റവും വരില്ല. അതല്ലേ വസ്തുത. നമ്മുടെ നാട്ടിൽ ഗെയിലിൻ്റെ വകയുള്ളൊരു പൈപ്പ് ലൈൻ ഇടേണ്ടതുണ്ടായിരുന്നു. ഗ്യാസ് പോകുന്നതിനാണ്. അതിൻ്റെ പ്രവർത്തനത്തിലും ഇതേ കാര്യമാണ് സംഭവിച്ചത്. ഈ പൈപ്പ് ഇടാൻ വന്ന ഗെയിൽ കമ്പനി തിരിച്ചുപോയി. അവർ ഇവിടെയൊന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കി. വർഷങ്ങൾ മുൻപേ ആരംഭിച്ച ഒരു കാര്യമാണ്. നമ്മളോടൊപ്പം തുടങ്ങിയവരെല്ലാം ഗ്യാസ് ഉപയോഗിക്കൽ തുടങ്ങി. ഇവിടെ തുടങ്ങിയതേയില്ല. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ LDF അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തപ്പോൾ ആ പണി പൂർത്തിയായി. നാട്ടുകാരോട് അഭ്യർത്ഥിച്ചു, നിങ്ങൾ സഹകരിക്കണം. എല്ലാവരും സഹകരിച്ചു. അതിനല്ലേ ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ പൂർത്തിയാക്കുന്ന കടമയാണല്ലോ ഗവൺമെൻറ് നിർവഹിക്കേണ്ടത്. അത് നാടിനു വേണ്ടിയാണല്ലോ. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അവിടെ പദ്ധതി ഉപേക്ഷിക്കലാണോ? ആ എതിർക്കുന്നവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പദ്ധതി പൂർത്തീകരിക്കാനല്ലേ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഗ്യാസ് പൈപ്പിലൂടെ പോകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ചില അടുക്കളകളിൽ ആ ഗ്യാസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതാണ് പ്രത്യേകത. LPGയേക്കാൾ 30% വിലക്കുറവതിനുണ്ട്. സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ കേരളത്തിലെ അടുക്കളകളിൽ ആ ഗ്യാസ് വ്യാപിക്കാനാണ് പോകുന്നത്. പിന്നെ വാഹനങ്ങളിലും ഫാക്ടറികളിലും ഒക്കെ എത്തും. പക്ഷേ ഇതൊക്കെ UDF ആയിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നോ? LDF അധികാരത്തിൽ വന്നുകൊണ്ടല്ലേ ഈ കാര്യം പ്രാവർത്തികമായത്. വേറൊരു കാര്യം, ചെറിയൊരു കാര്യമാണ്. നമ്മുടെ വൈദ്യുതി എടമണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം അതിനൊരു എടമൺ കൊച്ചി പവർ ഹൈവേ നിർമ്മിക്കണം. ആരംഭിച്ചു. പവർ കോർപ്പറേഷൻ കേരളത്തിൽ ഒരിടത്തെത്തി, അവിടെ നിന്നു. കാരണം ചിലരതിന് തടസ്സം പറഞ്ഞു. UDF ഗവൺമെൻറ് പിന്നെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. അവർ ഈ കമ്പനി പവർ ഗ്രിഡ് കോർപ്പറേഷൻ പലവട്ടം എല്ലാവരെയും കണ്ടു. അവർ ഒരു നടപടിയും എടുത്തില്ല. അവസാനം അവരും ഉപേക്ഷിച്ചു പോയി. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതി പുനരാരംഭിച്ചു. ഞങ്ങളെ അഭ്യർത്ഥിച്ചു, ഇത് സഹകരിക്കണം, ഇത് നാടിന് ആവശ്യമാണ്, വൈദ്യുതിയുടെ കാര്യമാണ്, നമുക്കെല്ലാവർക്കും വേണ്ടതാണ്, നിങ്ങൾ സഹകരിക്കണം. അപ്പോൾ ഈ സഹകരിക്കാത്തവർ, അതിന് തടസ്സം പറഞ്ഞവർ പഴയ അനുഭവം മനസ്സിൽ വെച്ചുകൊണ്ട് തടസ്സമായ നിലപാട് തന്നെ എടുത്തു. വീണ്ടും അഭ്യർത്ഥിച്ചു,
നിങ്ങൾ ഇത് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ അവരാ മുഷ്കിൽ തന്നെ നിന്നു. എന്തു ചെയ്യും? ഉപേക്ഷിക്കാൻ പറ്റുമോ? സർക്കാരിൻ്റെ വഴിക്ക് നീങ്ങി. ഇപ്പോൾ ആ ലൈൻ പൂർത്തിയായി, നല്ലതുപോലെ വൈദ്യുതി ആ ലൈനിലൂടെ പ്രവഹിക്കുന്നു. വല്ലാതെ തടസ്സം നിന്നാൽ എന്താ അനുഭവം എന്നുള്ളതും അവർക്ക് മനസ്സിലായി. പിന്നെ അതിൻ്റെ കരുതി തീർക്കാനായി അവരുടെ ശ്രമം. അതാണ് ഒരു സർക്കാർ എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നാടിൻ്റെ താല്പര്യങ്ങൾക്കായിരിക്കണം പ്രാധാന്യം, നാടിന് വേണ്ടിയായിരിക്കണം നിലകൊള്ളുന്നത്. ഇത്തരം പദ്ധതികൾ നാടിനാണ് ആവശ്യം, അതിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ പുതുവൈപ്പിനിൽ ഒരു LPG ടെർമിനലുണ്ട്. ആ LPG ടെർമിനൽ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമുള്ള LPG ആകെ, സംസ്ഥാനത്തിനാകെ വേണ്ട LPG ഇറക്കുമതി ചെയ്ത് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ആ പണി ആരംഭിച്ചു, നേരത്തെ ആരംഭിച്ചതാണ്. ആരംഭിച്ചപ്പോൾ ചില പ്രാദേശിക എതിർപ്പുകൾ വന്നു. പിന്നീട് വരുന്നത് UDF ഗവൺമെൻറ്റാണ്. 2011 മുതൽ 16 വരെ ഒരു കാര്യം ചെയ്തില്ല, അതവിടെ കടന്നു. 2016 LDF അധികാരത്തിൽ വന്നപ്പോൾ ഇത് നാടിന് ഏറ്റവും ഒഴിച്ചുകൂടാത്തൊരു പദ്ധതിയാണ്, പ്രാദേശികമായുള്ള എതിർപ്പാണ്. അപ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു, സഹകരിക്കണമെന്ന് പറഞ്ഞു. അവർ അത്ര പെട്ടെന്ന് സഹകരിക്കുന്ന രീതിയല്ല സ്വീകരിച്ചത്. ഏതായാലും അവരുടെ കൂടെ നിൽക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമായിരുന്നില്ല. കാരണം ഈ പദ്ധതി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെൻറ് നിന്നു. 2017 മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ പൂർത്തിയായി, കപ്പലെടുത്തു, LPG അവിടെ സൂക്ഷിക്കുന്നു, നാട്ടിലേക്കെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ നാം സ്വീകരിക്കേണ്ട സമീപനം? നമ്മുടെ നാടിൻ്റെ പൊതുസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ വർധനവിൻ്റെ ഭാഗമായുള്ള ഗുണഫലം നാട്ടിലെല്ലാവർക്കുമല്ലേ ലഭിക്കുക. ഇപ്പോൾ നാടിൻ്റെ റോഡ് സൗകര്യം, നല്ല ഗതാഗത സൗകര്യം നമുക്ക് വേണ്ടേ? ഒരു നാഷണൽ ഹൈവേ ഉണ്ടായതുകൊണ്ട് മാത്രം തീരില്ല. അത് മനസ്സിലാക്കിയാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഭാഗത്ത് മലയോര ഹൈവേ, മറ്റൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. അത് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിലാണ്. പണം നമ്മുടെ സംസ്ഥാനമാണ് കണ്ടെത്തുന്നത്. രണ്ടിനും കൂടി 10,000 കോടി രൂപ വേണം. ആ 10,000 കോടി രൂപ കിഫ്ബിയിലൂടെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള റോഡുകൾ, പാലങ്ങൾ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എല്ലാം നോക്കിയാൽ എല്ലാം നല്ല നിലക്ക് ആകർഷകമായ രീതിയിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നു എന്നല്ലേ കാണാൻ കഴിയുക. ഇതിനെല്ലാം ആവശ്യമായ രീതിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നതുകൊണ്ടല്ലേ. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ട പണം കണ്ടെത്താൻ നമ്മുടെ ഖജനാവിന് അത്ര ശേഷിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഖജനാവിന് പുറത്ത് പണമുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കൂ. അതിനാണ് നമ്മൾ കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബി നമ്മുടെ നാട്ടിൽ ഇതേവരെയുള്ള അനുഭവം എടുത്താൽ 86,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ചെറിയ തുകയല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന വിവിധ പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം ഈ പറയുന്ന പണം കൂടി ഉപയോഗിച്ചാണ് നാം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് കൊടുത്ത പണം, മറ്റ് വിവിധ പദ്ധതികൾ, ഇതിനെല്ലാം പണം കണ്ടെത്തിയത് കിഫ്ബിയിലൂടെയാണ്. എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യം, ആ കിഫ്ബിയെ തകർക്കാൻ ചിലർ പുറപ്പെട്ടു. കിഫ്ബി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കി തന്നെ ആ പുരോഗതി തടയണമെന്ന ഉദ്ദേശത്തോടെയാണ് കിഫ്ബിക്കെതിരെ UDF മറ്റും വലിയ ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ നാം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന വസ്തുത എന്താ? ഈ പണം ഉപയോഗിച്ച് നിർമ്മിച്ച കാര്യങ്ങൾ, ആ വിവിധ പദ്ധതികൾക്ക് വേണ്ടി ചെലവിട്ട കാര്യങ്ങൾ കേരളത്തിലാകെയാണ്. അതിൽ എല്ലാവരും അതിൻ്റെ ഗുണമനുഭവിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരാശുപത്രി മെച്ചപ്പെട്ടു വന്നാൽ, ഒരു സ്കൂൾ മെച്ചപ്പെട്ടു വന്നാൽ, ഒരു റോഡ് മെച്ചപ്പെട്ടു വന്നാൽ, ഒരു പാലത്തിൻ്റെ പണി നല്ല രീതിയിൽ തീർന്നാൽ, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമല്ലാലും അതിൻ്റെ ഗുണം എല്ലാവർക്കും ഗുണം കിട്ടുകയല്ലേ? നാടിനാകെയല്ലേ ഗുണം? ഇതാണ് കാണാൻ കഴിയുക. ഇനി
പ്രദേശങ്ങളെന്ന നിലക്ക് തിരിച്ചെടുത്താൽ UDF MLA-മാരുള്ള മണ്ഡലങ്ങളിലും ഒരു പക്ഷപാതിത്വവും ഇല്ലാതെ തന്നെ ഇത്തരം പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിയുക. അതിനെപ്പറ്റി പരാതിയില്ല. പക്ഷേ കിഫ്ബിയെ തകർക്കാനുള്ള സമീപനം അതോടൊപ്പം സ്വീകരിച്ചു പോവുകയായിരുന്നു. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ കാര്യങ്ങൾ വിശദമായി ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളെ ആകെ ഒന്നായിട്ടാണ് കാണുന്നത്. LDF അധികാരത്തിൽ വന്ന ഉടനെ പറഞ്ഞിരുന്നൊരു കാര്യം സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതലസ്പർശിയായ വികസനം എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വികസനം എന്നത് ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾക്ക് ഉള്ളതല്ല, ജനങ്ങൾക്കാകെയുള്ളതാണ്. വികസനത്തിൻ്റെ സ്വാദ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവരും അനുഭവിക്കണം. സാമൂഹ്യനീതി അധിഷ്ഠിതമെന്ന് പറഞ്ഞാൽ നാടിൻ്റെ അവസ്ഥ വെച്ച് വലിയ തോതിൽ പിന്നോക്കം നിൽക്കുന്ന അധസ്ഥിതരായ, ദരിദ്രരായ, പാവപ്പെട്ടവരായ, സാധാരണക്കാരായ അനേക ലക്ഷങ്ങളുണ്ട്. അവരിലെല്ലാവരിലും ഈ വികസനത്തിൻ്റെ സ്വാദെത്തണം. അതാണ് സാമൂഹ്യനീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറയുന്നത്. അതോടൊപ്പം സർവതല സ്പർശിയാവണം. നമ്മുടെ രാജ്യത്തിൻ്റെ ചില മേഖലകൾ എടുത്താൽ ചില പ്രത്യേക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനം അവിടെ വരും. ചിലപ്പോൾ അതൊരു മഹാനഗരമായിരിക്കാം, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം. എന്നാൽ ആ നഗരം വിട്ട് അങ്ങോട്ട് കടന്നാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. നേരെ ചൊവ്വയെ സഞ്ചരിക്കാനുള്ള റോഡ് പോലും ഉണ്ടാവില്ല. ഇതാണ് രാജ്യത്തിൻ്റെ അനുഭവം. ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് LDF-ൻ്റെ ഗവൺമെൻറ്റാണ്. സാമൂഹ്യനീതിയിലും സ്ഥിതി സമത്വത്തിലും വിശ്വസിക്കുന്ന ഒരു മുന്നണിയാണ് LDF. അതിൻ്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളും ഒരേപോലെ വികസന സ്പർശമേൽക്കുന്ന അവസ്ഥയുണ്ടാകണം എന്നതാണ് സർക്കാർ സ്വീകരിച്ച നിലപാട്. നാം കൈക്കൊണ്ട നടപടികളെടുത്താൽ ഇതാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു ഭാഗത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപ, ഇപ്പോൾ 1600 രൂപ, 60 ലക്ഷം ആളുകൾക്ക് മുടക്കമില്ലാതെ കൊടുക്കുന്നു. എല്ലാ മാസവും ആ പെൻഷൻ കയ്യിൽ കിട്ടുമെന്ന് ഉറപ്പ്. ചില വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാക്കി, അത് ബോധപൂർവം സൃഷ്ടിച്ചതായിരുന്നു. LDF സർക്കാർ ഈ പെൻഷൻ വിതരണത്തിന് ഒരു തടസ്സവും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളവരായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു പെൻഷൻ കമ്പനി ഉണ്ടാക്കിയത്. ആ പെൻഷൻ കമ്പനി നമ്മുടെ പെൻഷൻ വിതരണം ചെയ്യുമായിരുന്നു. സർക്കാർ ആ പണം കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം നിന്നു. അതിന് മുടക്കുണ്ടാക്കാൻ അവരെ ഈ എടുക്കുന്ന കടം സംസ്ഥാനം എടുക്കുന്ന കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ തടയാൻ വേണ്ടിയായിരുന്നു. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു. നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന നടപടി. അങ്ങനെ വന്നപ്പോൾ ചില മാസങ്ങളിലെ പെൻഷൻ മുടങ്ങേണ്ടതായി വന്നു. പക്ഷേ ഗവൺമെൻറ് അസന്നിഗ്ധമായി ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഈ കേരളത്തിലെ എല്ലാ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കും മാസം തോറും മുടങ്ങാതെ പെൻഷൻ ലഭിക്കും. അത് കൃത്യമായി നൽകി വരികയാണ്. ബാക്കിയുള്ളത് കുടിശ്ശികയായത് ഒരു ഗഡു കൊടുത്തു കഴിഞ്ഞു. ഒരു ഗഡു കൂടി ഈ വർഷം തന്നെ കൊടുക്കും. പിന്നെ 3 മാസത്തതുണ്ട്, അതടുത്ത വർഷം കൊടുത്തു തീർക്കുകയും ചെയ്യും. ഇതാണ് LDF സർക്കാർ. നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇവിടെ മാത്രം നിൽക്കുക എന്നുള്ളതല്ല, അത് ഇനിയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് LDF-ൻ്റെ നയം എന്നത് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇതൊക്കെ LDF അല്ലാതെ സാധിക്കുമോ? LDF അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയുണ്ടാവുമോ? 1.5 വർഷം 2 വർഷം വരെ ആ പെൻഷൻ 600 രൂപ കുടിശ്ശികയാക്കി കിടന്നല്ലേ, അതല്ലേ മാറിയത്. അവിടെ നിന്നല്ലേ 1600-ലേക്ക് എത്തിയത്. കൃത്യമായി കൊടുക്കുന്നത് എല്ലാ മാസവും കൃത്യമായി കൊടുക്കുകയാണല്ലോ. LDF അല്ലെങ്കിൽ ചെയ്യോ? ഈ ഒരു പാവപ്പെട്ടവരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഈ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നാടിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ
സ്വീകരിക്കുന്ന സമീപനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യരംഗമാണ്. നമ്മുടെ പാവപ്പെട്ടവർ ആശുപത്രികളിൽ പോകാൻ ചിലപ്പോൾ കാശില്ലാത്തതുകൊണ്ട് കഴിയാത്തവരാണ്. അവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ചികിത്സാലയങ്ങൾ സർക്കാർ ആശുപത്രികളാണ്. ആ സർക്കാർ ആശുപത്രികൾ 2016 സ്ഥിതി എന്തായിരുന്നു? ഒന്നുമില്ല, വലിയ തകർച്ച. ഡോക്ടറില്ല, നേഴ്സില്ല, മരുന്നില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ഇങ്ങനെ ഇല്ല എന്നേ കേൾക്കാനുണ്ട്. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എന്താ മാറ്റം? എത്ര വലിയ മാറ്റം! ഇപ്പോൾ എന്താ സ്ഥിതി? ആർദ്രം മിഷൻ നടപ്പാക്കിയപ്പോൾ നമ്മൾ മാറ്റങ്ങൾ കണ്ടില്ലേ? ആ മിഷൻ ഈ രംഗത്തെ മെച്ചപ്പെടുത്താനാണല്ലോ. അതിൻ്റെ ഫലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. 800-ൽ പരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവ പൂർത്തിയാക്കുന്നു. താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. എന്തൊരു മാറ്റമാണ് പലയിടങ്ങളിലായി സംഭവിക്കുന്നത്. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ അത് പ്രത്യേകമായി വികസിപ്പിക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. വലിയ മാറ്റം. ഈ മാറ്റത്തിൻ്റെ ഗുണഫലം ആർക്കാണ്? നാട്ടിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്. അതല്ലേ വസ്തുത. വലിയ തോതിൽ ഈ ആശുപത്രികളെ അവരെല്ലാം ആശ്രയിക്കുകയല്ലേ. പാവപ്പെട്ടവർ മാത്രമാണോ? എല്ലാ തുറകളിലുമുള്ളവർ ആശുപത്രിയിലേക്ക് പോവുകയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ ഒരാൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞത്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഓടി കാറും മറ്റും കാണുന്ന ഒന്നാണ്. കാരണം ആ തരത്തിലുള്ള ആളുകൾ ആ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ മികവ് രാജ്യം മാത്രമല്ല ലോകം തന്നെ അംഗീകരിച്ചു. എപ്പോൾ? കോവിഡിൻ്റെ ഘട്ടത്തിൽ. കോവിഡിന് മുന്നിൽ പല സമ്പന്ന രാഷ്ട്രങ്ങളും മുട്ടുകുത്തിയല്ലോ. പക്ഷേ ഒരു ഘട്ടത്തിലും കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും കേരളം കോവിഡിനെ നാം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങളെ കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എല്ലാ ഘട്ടത്തിലും ബെഡ് അധികമായിട്ടുണ്ടായിരുന്നു, ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്ററുകൾ നല്ലതുപോലെ ഒഴിവുണ്ടായിരുന്നു. ഇത് ലോകത്തത്ഭുതമാണ്. ഈ കേരളത്തിന് എങ്ങനെ ഇത് സാധിച്ചു എന്നാണ് ലോകമാകെ ആശ്ചര്യത്തോടെ നോക്കിയത്. വലിയ കേമന്മാർ മുട്ടുകുത്തി വീണെടുത്താണ് ഈ കൊച്ചു കേരളം കോവിഡിന് മുന്നിൽ തലയുയർത്തി നിന്നത്. എന്തുകൊണ്ടാണത്? കോവിഡിനെ നേരിടാനല്ല നമ്മളിതൊന്നും ഒരുക്കിയത്. നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താൻ, സൗകര്യപ്പെടുത്താൻ, അതിന് കൂടുതൽ ആരോഗ്യരംഗം മെച്ചപ്പെടണമെന്ന ചിന്തയോടെ ശക്തിപ്പെടുത്തിയതാണിതെല്ലാം. അതിൻ്റെ ഫലമാണ്. എവിടെയുണ്ട് ഇതിന് സമാനമായ ഒരു നില? ഇത് LDF അല്ലായിരുന്നുവെങ്കിൽ സാധിക്കുമോ? UDF ആയിരുന്നുവെങ്കിൽ അന്നത്തതിലും വല്ലാതെ പുറകോട്ട് പോയിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ആരോഗ്യ രംഗം തന്നെ താർന്നു പോയിട്ടുണ്ടാവുമല്ലോ. വിദ്യാഭ്യാസ മേഖല 2016 കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല ആകെ തകരുകയായിരുന്നില്ലേ? 2016 കണക്കനുസരിച്ച് 5 ലക്ഷം വിദ്യാർത്ഥികൾ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. നിരവധി സ്കൂളുകൾ അടഞ്ഞുപോയി. അടയാനുള്ള ലിസ്റ്റിൽ മറ്റു സ്കൂളുകൾ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കും എന്ന് LDF വാഗ്ദത്തം ചെയ്തു. നല്ല രീതിയിൽ ആ നടപടികൾ ആരംഭിച്ചു. എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. ഇവിടെ ബഹുമാന്യ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞല്ലോ കാര്യങ്ങൾ, ഇവിടുത്തെ അനുഭവം പറഞ്ഞല്ലോ. 8 കോടി രൂപയിലൊക്കെ ചെലവഴിച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു കാലത്ത് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നോ? സ്വപ്നം കാണാൻ കഴിയാത്ത വലിയ കെട്ടിടങ്ങളല്ലേ ഓരോ സ്കൂളിലും പണി തീർത്തിരിക്കുന്നത്. സ്കൂൾ കെട്ടിടം മാത്രമാണോ? ക്ലാസ് മുറികളെല്ലാം സ്മാർട്ടായില്ലേ? ഹൈടെക് സ്കൂളുകളായില്ലേ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏറ്റവും വലിയ അക്കാദമിക് നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കാവുന്ന പൊതുവിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ലേ? എന്താ അതിൻ്റെ ഫലം? രാജ്യത്ത് നമ്പർ 1 ആര്? കേരളം. ഏതിൽ? പൊതുവിദ്യാഭ്യാസത്തിൽ. അതാണ് നീതി ആയോഗ് തുടർച്ചയായി സമ്മതിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. ഇതൊക്കെ നമ്മളല്ല, LDF അല്ല, UDF ആയിരുന്നു കേരളത്തിലെങ്കിൽ സാധിക്കുമോ? ആ 5 ലക്ഷത്തിന് പകരം അത് ഒറ്റയക്കാണല്ലോ. അതിൻ്റെ കൂടെ പൂജ്യങ്ങൾ പിഴയും ചേർന്നിട്ടുണ്ടാവും.
ദശലക്ഷങ്ങൾ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന ഒരു മേഖലയായി പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിട്ടുണ്ടാവും. മാത്രമല്ല ആയിരക്കണക്കിന് സ്കൂളുകൾ അടഞ്ഞു പോയിട്ടുണ്ടാവും. അതെല്ലാം ഇല്ലാതായത് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള LDF അധികാരത്തിലേറിയത് കൊണ്ടല്ലേ? അന്ന് തന്നെ ആ ഘട്ടത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് ഏറ്റവും അപകടകരമായത് എന്നതുകൊണ്ട് അതിനാണ് കൂടുതൽ ശ്രദ്ധിച്ചതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, വിദ്യാഭ്യാസ രംഗത്ത് നാം വലിയ മെച്ചങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിലവാരം, നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ 100-ൽ കേരളത്തിൽ നിന്ന് ഒരു സ്ഥാപനത്തെയും കാണാനുണ്ടായിരുന്നില്ല. എത്രയോ പുറകിലായിരുന്നു നമ്മുടെ സ്ഥാനം. നമ്മൾ നടപടികൾ ആരംഭിച്ചു, ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് നിശ്ചയിച്ചു, അതിന് ഫലമുണ്ടായി. ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്നാണ്. എന്താ അവസ്ഥ? ഇതൊന്നും വെറുതെയുള്ള പ്രഖ്യാപനമല്ലല്ലോ. എന്താണോ പറയുന്നത് നടപ്പാക്കാനാണ് LDF. അത് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അതല്ലേ നാടിൻ്റെ അനുഭവം. 100-ന് മേലെ എന്ന നിലയിൽ കടന്നിരുന്ന യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? NAC അക്രഡിറ്റേഷനിൽ 8 യൂണിവേഴ്സിറ്റികൾ വന്നു കഴിഞ്ഞു. നമ്മൾ കാണേണ്ടത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, രണ്ടു കൂട്ടരും A++ നേടിയിരിക്കുന്നു. കൊച്ചി യൂണിവേഴ്സിറ്റി, കാലടി യൂണിവേഴ്സിറ്റി A+ നേടിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു റാങ്കിങ് രീതിയുണ്ട് യൂണിവേഴ്സിറ്റികളെ അടയാളപ്പെടുത്തുന്നത്. ആ യൂണിവേഴ്സിറ്റികളെ, രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ അടയാളപ്പെടുത്തിയപ്പോൾ അതിൽ എന്താ അവസ്ഥ? നേരത്തെ 100-ന് പുറത്തു നിന്നിരുന്നവരാണ് നമ്മൾ. ഓർക്കണം, 8, 9, 11, 41 ഈ നമ്പറുകൾ ഓർമ്മ വെച്ചോളൂ. 8 കേരള യൂണിവേഴ്സിറ്റി, 9 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, 9 കൊച്ചിൻ യൂണിവേഴ്സിറ്റി, 11 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, 41 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. മാറ്റമല്ലേ? ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്ര കണ്ട് പ്രാവീണ്യം നാം നേടിയെന്നല്ലേ ഇത് കാണിക്കുന്നത്. രാജ്യത്തെ 100 കോളേജുകൾ എടുക്കുക, ആ 100-ൽ 16 കോളേജുകൾ കേരളത്തിലുള്ളതാണ്. ആദ്യത്തെ 100-ൽ 16 എണ്ണം കേരളത്തിൽ നിന്ന്, അതിൽ 4 എണ്ണം നമ്മുടെ സർക്കാർ കോളേജുകൾ. രാജ്യത്തെ 300 കോളേജുകൾ ആകെ എടുത്താൽ ആ 300-ൽ 4-ൽ 1 കേരളത്തിൽ നിന്നുള്ളത്. ഇതാണ് മാറ്റം. ആ മാറ്റം LDF അധികാരത്തിലുള്ളത് കൊണ്ട് നടക്കുന്നതല്ലേ? നാടിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രമല്ലേ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ. എങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്? നമ്മുടെ നാട്ടിലേക്ക് വിദേശത്ത് നിന്ന് കുട്ടികൾ വരാനുള്ള തത്രപ്പാടിലാണ്. ഇവിടുത്തെ അക്കാദമിക് മികവിനെ പറ്റി കേട്ട് ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കുട്ടികളുടെ തിരക്ക് വർദ്ധിക്കുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കേണ്ടി വരും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഹോസ്റ്റലുകൾ, വലിയ മികവാർന്ന ലാബുകൾ, ലൈബ്രറികൾ, എല്ലാ സൗകര്യങ്ങളും അതിനനുസരിച്ച് മാറണം. നാം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ രീതിയിലാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗം. നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള വികാസമാണല്ലോ ഉൽപ്പതിഷ്ണുക്കളായി എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ ഈ നാട് വലിയ തോതിൽ വികസിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. ആ വികസിപ്പിക്കുന്നതിനുള്ള നടപടികളാണല്ലോ കേരളം സ്വീകരിച്ചു പോകുന്നത്. ശാസ്ത്ര സാങ്കേതിക രംഗം, നമ്മുടെ രാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേത്, കേരളത്തിൻ്റേത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടേത്, കേരളത്തിൻ്റേത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായി കഴിഞ്ഞ കാര്യമല്ലേ? വിവിധ തരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പലപ്പോഴും നമ്മളെ ബാധിക്കുന്നു. വൈറസിൻ്റെ കാര്യത്തിൽ വലിയൊരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ വേണമെന്ന് നമ്മൾ കണ്ടു. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്ഥാപനം, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നാം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകാരവും കിട്ടാൻ പോകുന്നു. ഇപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കേരളം നല്ല രീതിയിൽ ആയുർവേദ രംഗത്ത് പേരെടുത്ത സംസ്ഥാനമാണ്. ആ ആയുർവേദ മേഖലയെ ശക്തിപ്പെടുത്താൻ മികവാർന്ന രീതിയിലുള്ള ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യഘട്ടം
ഏതാനും മാസം കൊണ്ട് പൂർത്തിയാകാനിരിക്കുന്നു. ഇവിടെ ആധുനിക കാലത്ത് ആവശ്യമായ ജിനോം ഡാറ്റാ സെൻറ്റർ നാം തയ്യാറാക്കിയിരിക്കുന്നു. മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ന്യൂട്രാസ്യൂട്ടിക്കൽസിൻ്റെ ഒരു മികവിൻ്റെ കേന്ദ്രം ഉടനെ യാഥാർത്ഥ്യമാകുന്നു. നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്തെല്ലാം 3 സയൻസ് പാർക്കുകൾ നേരത്തെ പറഞ്ഞതിന് പുറമെ ഒരുങ്ങുന്നു. നാം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ്വെയർ രംഗത്ത് വികാസം പ്രാപിച്ചവരാണ്. അതേസമയം ഹാർഡ്വെയർ രംഗത്തേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ സോളാർ പാനലുകൾ നിർമ്മിക്കുന്ന നിലയിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ ലിഥിയം ബാറ്ററി നിർമ്മിക്കുന്നതിലേക്ക് നാം കടക്കുന്നു. കേരളം എല്ലാ രീതിയിലും മുന്നേറുന്നു. ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമായി കേരളത്തെ മാറ്റുന്നു. ഇതാണ് നമ്മുടെ ഉൽപ്പതിഷ്ണുക്കളെല്ലാം ആഗ്രഹിക്കുന്നത്. നാടിൻ്റെ പൊതുവായ വികാസം നമ്മുടെ യുവജനങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്നൊരു കാര്യമാണത്. ഇവിടെ IT മേഖല നല്ല രീതിയിൽ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. IT രംഗത്ത് വലിയ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. പാർക്കുകളിൽ ഗവൺമെൻറ്റിൻ്റെ IT പാർക്കുകളുണ്ട്. അവിടെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. 2016 നമ്മുടെ IT രംഗത്തുള്ള കയറ്റുമതി 9,753 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ 9,753 കോടി രൂപ ഇപ്പോൾ 20,000 കോടി രൂപയായി കഴിഞ്ഞ വർഷം 2023. ഇതാണ് കേരളത്തിൻ്റെ വികാസരംഗം. അതേപോലെ തന്നെ IT പാർക്കുകളിൽ കമ്പനികൾ 640 എണ്ണമായിരുന്നു. അവിടെ 10,106 കമ്പനികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അവിടെ ജോലി ചെയ്ത ആളുകൾ 78,068 പേരായിരുന്നു. ഇപ്പോഴത് 1,70,70,000 പേരായി മാറി. വലിയ വികസനം ഈ രംഗത്തേക്ക് വരികയാണ്. അതോടൊപ്പം നാം കാണേണ്ട ഒരു കാര്യം, നല്ല തോതിൽ നമ്മുടെ അന്താരാഷ്ട്ര പെരുമയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു. പലതും ക്യൂവിലാണ്. ഇങ്ങനെ എല്ലാ മേഖലയും നമ്മുടെ കേരളത്തിലെ മറ്റൊരു രംഗം പാവപ്പെട്ടവർ ആഗ്രഹിക്കുന്ന, ജനങ്ങൾ നല്ല രീതിയിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അവരുടെ ഭൂമിക്കുള്ള അവകാശം കയ്യിൽ കിട്ടുക എന്നുള്ളത്, പട്ടയം ലഭിക്കൽ. എത്ര സ്തുത്യർഹമായ രീതിയിലാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. 4 ലക്ഷത്തോളം പട്ടയമാണ് ഇവിടെ LDF സർക്കാർ ഇതിനകം നൽകിയത്. എത്ര മികവാർന്ന രീതിയിൽ. ഇനി കൊടുക്കാനുള്ള പട്ടയം കൃത്യമായി കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഭരണത്തിൻ്റെ സ്വാദ് ശരിയായ രീതിയിൽ ജനങ്ങൾ ആസ്വദിക്കണമെങ്കിൽ ഭരണ നടപടികൾ വേഗത്തിലാവണം. കാലതാമസം ഉണ്ടാകരുത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണത്. അതിൻ്റെ ഭാഗമായി എല്ലാ നടപടികളും അതിവേഗതയിലാക്കുന്നതിനുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കിയല്ലോ. 900-ലധികം സേവനങ്ങൾ ഓൺലൈനാക്കി കഴിഞ്ഞു. അതിനു പുറമെ വിവിധ സേവനങ്ങൾ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന 2 ഓഫീസുകൾ, വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും. അവിടെ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില പരാതികളും ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. എത്ര ഫലപ്രദമായ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. 2 മേഖലയിലും ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. തദ്ദേശ ഭരണ വകുപ്പും റവന്യൂ വകുപ്പും ഫലപ്രദമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. റവന്യൂ വകുപ്പ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലടക്കം നല്ല തോതിൽ ഓൺലൈൻ സംവിധാനം ഒരുക്കുന്നു. ഇനി ഭൂ അതിർത്തി തന്നെ ഒരു തർക്കമാർക്കും ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു നമുക്ക് സാധാരണഗതിയിൽ സ്വപ്നം കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവിടെ പലതും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. അതാണ് കേരളം. ഇതുകൊണ്ട് നാം തൃപ്തിയടയുന്നവരല്ല. ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട്. നമ്മുടെ നാടിനോടൊപ്പം നിൽക്കേണ്ടവർ തയ്യാറാകാത്ത അവസ്ഥ കൂടിയുണ്ട് എന്നത് നാം ഓർക്കണം. എല്ലാ കാര്യത്തിലേക്കും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ നാട് ഒറ്റപ്പെട്ടൊരു നാടല്ല, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ നാടിൻ്റെ വികസനവും കൂടി പൂർത്തിയാകുമ്പോഴാണ് രാജ്യത്തിൻ്റെ വികസനം നടക്കുക. രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട്
വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വ്യത്യസ്തതകൾ നേരത്തെ പ്രകടിപ്പിച്ച ഒരു മുന്നണിയാണ് LDF. പക്ഷേ വിഴിഞ്ഞം പോർട്ട് വേണമായിരുന്നു. നാടിനത് ആവശ്യമാണ്, രാജ്യത്തിനത് ആവശ്യമാണ്. കരാറുകളെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ആ തർക്കത്തിലേക്കല്ല ഞങ്ങൾ പോയത്. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങി. ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായി അടുത്ത നാളിൽ പൂർണ്ണമായി കമ്മീഷൻ ചെയ്യുന്ന അവസ്ഥ വരും. എന്താ അതിൻ്റെ അവസ്ഥ? രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്ന് കേരളത്തിലാണെങ്കിലും രാജ്യത്തിൻ്റേതാണത്. ഇതുപോലെയാണ് നാം കാണേണ്ടത്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്ക്, നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഇതെല്ലാം രാജ്യത്തിന് മുന്നിലുള്ള മാതൃകകളാണ്. കേരളത്തിൻ്റെ സംഭാവനയാണ്, രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. രാജ്യം ആ മാതൃക അംഗീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നാടിൻ്റെ വികസനത്തിന് നാടിനോടൊപ്പം സംസ്ഥാനത്തോടൊപ്പം നിൽക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ഇവിടുത്തെ സങ്കുചിതമായ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം മറക്കുന്ന നിലയാണ് ആ കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷി BJP സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു, വലിയ തോതിൽ നമ്മെ സാമ്പത്തികമായി ഞെരുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു. അങ്ങനെയൊരു നിലപാട് BJP സ്വീകരിക്കുമ്പോൾ അതിൻ്റെ കൂടെ കൈമുട്ടിക്കൊടുത്തുകൊണ്ട് അതിന് തപ്പുകൊട്ടി കൂടെ നിൽക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസും UDF-ഉം. ഏതെങ്കിലും ഘട്ടത്തിൽ അതിനെതിരെ അക്ഷരം സംസാരിച്ചോ? എന്തെല്ലാം ദുരനുഭവം നമുക്കുണ്ടായി. ആ ദുരനുഭവത്തിൻ്റെ ഭാഗമായി നമ്മൾ നേരിടുന്ന ശ്വാസം മുട്ടലിൻ്റെ ഭാഗമായി ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നമ്മൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിപക്ഷത്തെയും വിളിച്ചു, വന്നില്ല. മല്ലികാർജുൻ ഖാർഗെയെ വിളിച്ചു, വന്നില്ല. എന്നാൽ പല സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ പരിപാടിയിൽ വന്നു. ദേശീയ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ആ പരിപാടിയിൽ വന്നു, പങ്കെടുത്തു. ആ പരിപാടി ദേശീയ ശ്രദ്ധ നേടുന്ന ഒന്നായി. എന്തേ? ആ പരിപാടിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് BJPക്ക് പരോക്ഷമായി പിന്തുണ നൽകുന്ന നിലപാട് ഇവിടെ കോൺഗ്രസും UDF-ഉം സ്വീകരിച്ചത്. ഇത് നമ്മുടെ ദുരനുഭവമാണ്. ഒരു കാര്യത്തിലും സഹകരണാത്മകമായ നിലപാടില്ല. തകരട്ടെ, നശിക്കട്ടെ കേരളവും കേരളത്തിലെ ജനങ്ങളും, ഇതാണ് മനോഭാവം. LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് LDF-നോടുള്ള വിരോധം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടുമുള്ള വിരോധമാക്കി ഇവർ മാറ്റുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. എന്നാൽ ഇവരുടെ ഒന്നും സഹകരണവും പിന്തുണയും ഇല്ലെങ്കിലും നാം ഉദ്ദേശിച്ച വഴിയിലേക്ക് മുന്നോട്ട് പോകും. അതാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത. ഒരു ഭേദചിന്തയുമില്ലാതെ ജനങ്ങളാകെ ഈ എല്ലാ പരിപാടികളുമായും സഹകരിച്ചു എന്നാണ് നമ്മുടെ അനുഭവം. അതാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ കരുത്തോടെ നമുക്ക് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയണം. ആ പ്രവർത്തനത്തിൽ 2016 ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സഖാവ് പ്രദീപ് ഉണ്ടായിരുന്നു. 2021 ആയപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം തുടർഭരണം LDF-ന് ലഭിച്ചപ്പോൾ ഞങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ നടപ്പാക്കുന്ന ടീമിൽ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി സഖാവ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ പ്രതിനിധി LDF-നോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ സഖാവ് പ്രദീപാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. കേരളത്തിൽ കൂടുതൽ കരുത്തോടെ LDF-ന്റെ വികസന ക്ഷേമ നടപടികൾ തുടരേണ്ടതുണ്ട്. അതിന് LDF-ന്റെ പ്രതിനിധിയായി സഖാവ് പ്രദീപ് ഞങ്ങളോടൊപ്പം വേണം. അതിന് അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ചരിത്ര ഭൂരിപക്ഷത്തോടെ പ്രദീപിനെ അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.